ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയ ഫ്രൈ ആണേ. അപ്പോൾ അതേ സോയ ഫ്രൈ വെക്കാനായിട്ട് ആദ്യം വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചു. വെള്ളം തിളച്ച് വന്നപ്പോൾ സോയ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പം എന്നിട്ട് നല്ലതായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം ആ സോയ. അത് കഴിഞ്ഞ് ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവോളയൊക്കെ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സോയ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. അതും കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, എല്ലാം കൂടെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളകും ഒക്കെ ചേർത്ത് ഇളക്കി നന്നായി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ തൂകി. അപ്പോൾ നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.